ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. പ്രിയ സഹോദരരുടെ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ആരാധന ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ നിറവിൽ ചെയ്തെടുപ്പാൻ കർത്താവിന്റെ ദാസിയെ കുടുംബമായിട്ട് ദൈവം ബലപ്പെടുത്തിയല്ലോ. കുഞ്ഞുങ്ങളെ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ അർത്ഥവത്തായ ഗാനങ്ങൾ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മൾ കേൾക്കുവാനിടയായി. അതേ സ്തോത്രം. ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവർ കർത്തനെ വിട്ടു പോയിടുമോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കഷ്ടങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് എപ്പോഴും കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം. സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും അമാവാസിയിലും നമ്മൾ കാഹളം ഊതണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം അതാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ആരാധനയ്ക്കായി വീണ്ടും അതേ സ്തോത്രം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തുടർന്ന് സ്തോത്രം സങ്കീർത്തന പ്രബോധനത്തിനായുള്ള സമയമാണല്ലോ. അപ്പോൾ സ്തോത്രം നമ്മുടെ പ്രിയ പാസ്റ്റർ രാകേഷ് ചെറിയാൻ ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ച ദൈവ സ്തോത്ര ശബ്ദം ഇന്ന് രാത്രിയിൽ നമുക്ക് അനുഗ്രഹമാകട്ടെ, ബലമായി തീരട്ടെ. തുടർന്ന് 10 മിനിറ്റ് സമയം സങ്കീർത്തന പ്രബോധനത്തിനായിട്ട് പ്രിയ ദൈവദാസിനെ വളരെ ബഹുമാനത്തോടെ പറയുന്ന പ്രയർ മിനിസ്ട്രിയുടെ ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ 2025 വർഷം ജൂൺ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച സന്ധ്യാസമയം നമുക്ക് റീമ പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ കൂടുവാൻ കർത്താവ് നൽകിയ സാവകാശയോർത്ത് കൃപയോർത്ത് ആയുസ്സും ആരോഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്നു വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്ന ഒരു സന്ധ്യാസമയം കൂടി കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് നമുക്ക് വിവിധ ദേശങ്ങൾ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുമിച്ച് ഏകാത്മാവിലേക മനസ്സോടെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ആരാധിപ്പാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം കൂടി 6-ാം മാസവും അത്ഭുതമായി 29 ദിവസങ്ങളും നമ്മളെല്ലാം കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ചല്ലോ. നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ, ജോലിക്കാരായ സഹോദരി സഹോദരന്മാരെ, വേലക്കാരായ കർത്തദാസന്മാരെ എല്ലാം കർത്താവ് ക്ഷേമത്തോടെ വഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന അതായത് ദുർഘടകം നിറഞ്ഞ ഈ ലോകത്ത് കഷ്ടങ്ങളും ഭാരങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് കർത്താവ് നമ്മോട് കാണിച്ച കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്ന ആത്മീയഗീതങ്ങളെ പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്ന പ്രത്യേകമായി ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷയായിരിക്കുന്ന സൗമ്യ സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ കുടുംബമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. റീമ പ്രയർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കായി സ്തോത്രം. പ്രത്യേകമായി ജയകുമാരി സൗരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താദാസിയെ കർത്തവ്യത്തോളം സഹായിച്ചല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തന പ്രബോധനം 113-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 113-ാം സങ്കീർത്തനം ഞാൻ വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരുടെ കൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വീണു ഹല്ലേലൂയ. സ്തുതി. അതേ സ്തോത്രം. യഹോവയെ സ്തുതിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തെ, നമ്മുടെ സൃഷ്ടിതാവിനെ, നമ്മുടെ രക്ഷകനായ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ വേണ്ടി അതേ സങ്കീർത്തനങ്ങൾ 113 മുതൽ 118 വരെ ഇസ്രായേൽ മക്കൾ അവരുടെ ഉത്സവങ്ങളിൽ 7 പ്രധാന ഉത്സവമുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ഉത്സവങ്ങളുണ്ട്. അവരുടെ എല്ലാ ഉത്സവങ്ങളിലും അവർ ആലയത്തിൽ പോകുമ്പോൾ ദൈവത്തെ സ്തുതി പാടിക്കൊണ്ടിരുന്ന ഗീതങ്ങളാണ് ഈ 113 മുതൽ 118-ാം സങ്കീർത്തനം വരെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ഈ സങ്കീർത്തനം സ്തോത്രം ഇന്ന് തുടക്കത്തിൽ നമ്മൾ തുടക്കവും അവസാനം അത് നമ്മുടെ മലയാളത്തിൽ അത് യഹോവയെ സ്തുതിപ്പീൻ, അവസാന വാക്യത്തിൻ്റെ അവസാനവും യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. ഇംഗ്ലീഷിൽ പ്രൈസ് ഈ ദ ലോർഡ്, പക്ഷേ അത് എബ്രായ ഭാഷയിൽ ഹാലേലൂയ എന്നാണ്. നമ്മൾ ഹാലേലൂയ പറയുന്നത് ഹാലേലൂയ. ഹാലേലൂയയുടെ ആ ഇംഗ്ലീഷ് പരിഭാഷ പ്രൈസ് ഈ ദ ലോർഡും
സ്തോത്രം അതിന് മലയാളം പരിഭാഷ യഹോവയെ സ്തുതിപ്പിൻ എന്ന് മാത്രം വന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അത് ഹല്ലേലൂയ ആണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തെ തുടക്കത്തിലും അവസാനമായി അതേ സ്തോത്രം ഏത് കാര്യം ചെയ്യുമ്പോൾ തുടക്കവും അവസാനവും, കാരണം അവൻ ആരംഭമാകുന്നു, അവൻ അവസാനമാകുന്നു. ആദ്യങ്ങൾ തന്നെ അവസാനം അറിയുന്ന ദൈവത്തെ അത് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് സംഗീതകാരൻ അത് അവിടെ പ്രബോധനം നൽകുന്നത്. പ്രൈസ് ലോർഡ്. ദൈവജനത്തോട് ഏത് സമയത്തും എല്ലാ കാലത്തും ഏത് ഇടത്ത് ആയാലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് താൻ അവിടെ പറയുന്നത്. സ്തോത്രം. അതേ അല്ലെങ്കിൽ ഇത് ഇസ്രായേൽ മക്കൾ അവരെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ ഓർത്തുകൊണ്ട് ആരാധിക്കുന്ന ഗീതങ്ങളാകുന്നു. ഇസ്രായേൽ മക്കളെ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ ആ മഹാപ്രവൃത്തികൾ ഓർത്തുകൊണ്ട് 10 ബാധകളിൽ നിന്ന് കർത്താവ് അവരെ വിടുവിച്ചു. 400 സംവത്സരം അവരെ ഉള്ളങ്കയിൽ വഹിച്ചു. അവരെ കരച്ചിൽ കണ്ടു, അവരെ കണ്ണുനീർ കണ്ട് ദൈവം കരച്ചിൽ കേട്ട ദൈവത്തിൻ്റെ ആ ക്ഷമയും ദീർഘക്ഷമയും കൃപയും കരുണയും എല്ലാം ഓർത്തുകൊണ്ട് ആ വിടുതലിൻ്റെ ആ വലിയ ദിവസം, പുറപ്പാടിൻ്റെ ദിവസം ഓർത്ത് 40 വർഷത്തോളം മാത്രമല്ല അതിനുശേഷം ഇന്നും അവർ ഓർത്ത് ദൈവത്തെ സ്തുതി പാടുന്നു. പ്രൈസ് ലോർഡ്. ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യമായിരിക്കും, ചെറുതല്ലാതെ വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം, അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിനുശേഷമാണ് സ്നാനത്തിന് പ്രാധാന്യം വരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം, എൻ്റെ ആത്മീയ മനുഷ്യൻ ജനിച്ച ദിവസമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ ഈ ലോകത്തിൽ ജനിച്ച എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, അതിലും ഉപരിയായി ഓർക്കേണ്ട ഒരു ദിവസമാണ്, ആഘോഷിക്കേണ്ട എന്നും സ്തുതി പാടേണ്ട ഒരു ദിവസമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം. കാരണം അന്നാണ് ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞത്. അന്നാണ് എനിക്ക് മനസ്സിലായത് യേശു ക്രിസ്തു എൻ്റെ രക്ഷകനായി അത് ഈ ലോകത്തിൽ വന്ന് അത് ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ലഭിച്ച സൗഭാഗ്യം എന്നത് ആ ദിവസമാണ്, രക്ഷിക്കപ്പെട്ട ദിവസം. അത് ഇവിടെയും ഇസ്രായേൽ മക്കളെ അവർ ഓർപ്പിക്കുന്നത് ആ ദിവസമാകുന്നു. അതുകൊണ്ട് ഈ പറയപ്പെട്ട 113 മുതൽ 18 വരെയുള്ള 118 വരെയുള്ള കട്ടായി ഈ 18 വരെയുള്ള ഭാഗം അതിനെ അവർ ഹലേൽ കേൾക്കുന്നുണ്ടോ? ഹലേൽ എന്ന പേര് ആണ് അവർ പറയുന്നത്. ഹലേൽ എന്ന പേരാണ് പറയുന്നത്. ആ ഹലേലിൻ്റെ പേരിൻ്റെ അർത്ഥം അത് മിസ്രൈമ്യ പേരാണ്. മിസ്രൈമ്യ ദേവന്മാർക്ക് അവർ ആരാധന, അവർ ഫറോനെയാണ് ഏറ്റവും കൂടുതൽ ആരാധിച്ചത്. അപ്പോൾ ഫറോനാണ് അവർ ദൈവം എന്ന് പറഞ്ഞ് ഹലേൽ എന്ന് പറയുമായിരുന്നു. എന്നാൽ ഉത്തമനായ അത് ദൈവം സ്വന്തം. പക്ഷേ യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം യഹോവയാം ദൈവമാകുന്നു എന്ന് ഇസ്രായേൽ മക്കൾക്ക് അറിയാം. അതുകൊണ്ട് ആ ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടി പാട്ടുകൾ അതാകുന്നു. സ്തോത്രം. എന്നെ സ്പർശിച്ച 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ എല്ലാം പുകഴ്ത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ. സ്തോത്രം. അത് പറയാണ്, അവൻ 7-ാം വാക്യം പറയുന്നത്, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവം. കാരണം എന്താണ്? അത് ഇസ്രായേൽ മക്കൾ 400 വർഷം അവർ അതേ സ്തോത്രം അതേ എളിയവർ പോലെ ആയിരുന്നു, ദരിദ്രരെ പോലെ ആയിരുന്നു. ആ രാജ്യത്ത് വെറും നിസ്സാരക്കാരായിട്ടാണ് അവരെ കരുതിയത്. പ്രൈസ് ദി ലോർഡ്. അവർ പൊടിയുടെ അനുഭവങ്ങളായിരുന്നു അവർക്ക് 400 വർഷവും. സ്തോത്രം. അതുകൊണ്ട് 430 വർഷം, 30 വർഷം കൂടി 430 വർഷം അവർ അനുഭവിച്ച പൊടിയുടെ അനുഭവം, ദാരിദ്ര്യത്തിൻ്റെ അനുഭവം. പൊടിയുടെ അനുഭവം കാരണം എന്നും ചെളിയിലാണ് അവർ പണിതുകൊണ്ടിരുന്നത്. കാരണം വലിയ വലിയ പിരമിഡുകൾ പണിയാൻ വേണ്ടി, ഫറോന് വേണ്ടി, മരിച്ച ഫറോന്മാർക്ക് വേണ്ടി ഒക്കെ അവർ പല കാര്യങ്ങൾ പണിയുമായിരുന്നു, പട്ടണങ്ങൾ പണിയുമായിരുന്നു. മോശ അത് ചെയ്തൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ചെളിയിലായിരുന്നു അവരുടെ ജീവിതം മുഴുവനും. സോ അതുകൊണ്ട് അവർ ഓർത്ത് പറയുന്നത്, പൊടിയിൽ നിന്ന് എളിയവനെ ഉയർപ്പിക്കുന്ന അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. സ്തോത്രം. മാത്രമല്ല രണ്ടാമത് പറയുന്നത് ദരിദ്രന്മാർ, വെറും ദാരിദ്ര്യം പിടിച്ച ഒരു സ്തോത്രം ഹല്ലേലൂയ അവസ്ഥയായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്. അന്ന് ഒരു അനുഗ്രഹവും ഇല്ലായിരുന്നു. എല്ലാം കൊണ്ട് അവർ ആത്മീയ ജീവിതം ആയിക്കോട്ടെ, ഭൗതിക ജീവിതം ആയിക്കോട്ടെ, മക്കളുടെ അത് ഭാവി ആയിക്കോട്ടെ, എന്ത് ആയാലും എന്ത് കാണുമ്പോൾ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. പക്ഷെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അത് 400 സംവത്സരം കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ തലമുറയെ ഞാൻ മടക്കി വരുത്തും. ആ പ്രത്യാശയിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. അതിൻ്റെ 9-ാം വാക്യം പറയുന്നത്, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായ സന്തോഷത്തോടെ അവൾ വസിക്കുമാറാകുന്നു. കാരണം എന്താണ്? മോശയുടെ ജീവിതത്തിൽ, മോശയുടെ ജനത്തിങ്കിൽ ഏകദേശം 2 വർഷത്തോളമാണ് ഇസ്രായേൽ മക്കൾ വർദ്ധിച്ചു വരുന്നു എന്ന് ഭയന്ന് ഫറോൻ പുറപ്പെടുവിച്ച ആ ഒരു കൽപ്പനയായിരുന്നു. 2 വർഷത്തോളം അത് പ്രാബല്യത്തിലുണ്ടായിരുന്നു, എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം എന്നുള്ളത്. അതുകൊണ്ട് പിൻകാലങ്ങളിൽ, അതായത് ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ള കാലങ്ങളിൽ വിവാഹം ചെയ്തവർ പിന്നെ മക്കളെ ജനിപ്പിക്കാതായി. കാരണം ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലണം
എന്തിനാണ് ഒരു കുഞ്ഞിനെ 9 മാസം ചുമന്നിട്ട് അതിനെ കൊല്ലേണ്ട ഒരു അവസ്ഥ? അതുകൊണ്ട് സഹോദരിമാർ അവർ പ്രസവിക്കാത്ത അനുഭവങ്ങൾ, പലരും വിവാഹം കഴിക്കാത്ത അനുഭവങ്ങളായിപ്പോയി എന്ന് ചൈത്രം പഠിപ്പിക്കുന്നു. ബൈബിളത് പറഞ്ഞിട്ടില്ല, പക്ഷേ ചൈത്രം അതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അത് വീട്ടിൽ മച്ചിയായവൾ, പ്രൈസ് ലോർഡ്, പക്ഷേ അവർക്കൊരു വിടുതലിൻ്റെ ദിവസം ഉണ്ടായിരുന്നു. വീട്ടിൽ മച്ചിയായവളെ അവൻ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. അനേക നാളുകളോളം അവർ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, എല്ലാം കൊണ്ട് അടയ്ക്കപ്പെട്ട അവസ്ഥ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, എന്ത്, ഞാൻ നിങ്ങളെ വിടുവിക്കും. ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ, അതേ ഓരോ തവണയും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കൂടി അത് കടന്നു പോകുമ്പോൾ കർത്താവ് എന്നെ രക്ഷിച്ച ദിവസമാണ് ഓർക്കേണ്ടത്. എന്നെ ക്യാൻസറിൽ നിന്ന് വിടുവിച്ചതോ, വീടില്ലാത്ത എനിക്ക് വീട് തന്നതോ, മക്കളെ ഗൾഫിൽ കൊണ്ടുപോയതോ, UK കൊണ്ടുപോയതോ അല്ല വിഷയം. പ്രൈസ് ലോർഡ്, എന്നെ രക്ഷകനായ യേശു വിടുവിച്ച് ആ മഹാദിവസം, സ്തോത്രം, പാപത്തിൻ്റെ ചെളിയിൽ നിന്ന്, അത് നമ്മൾ പാടിയല്ലോ, ആനന്ദം ആനന്ദം, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അത് ആ ആനന്ദത്തിൻ്റെ ഗീതങ്ങൾ എന്നും, ആനന്ദത്തിൻ്റെ അനുഭവം എന്നും ഓർക്കാൻ വേണ്ടിയ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ചില നാളുകൾ കഴിയുമ്പോൾ മടുപ്പ് വന്നു. കാരണം ഇത് ഒരേ കാര്യം തന്നെ എങ്ങനെ ഓർക്കുന്നത്? പക്ഷേ അത് ഓർക്കുമ്പോൾ യഥാർത്ഥ ഒരു ഭക്തന് ഒരു ദൈവവിശ്വാസിക്ക് അത് എന്നും അത് ഓർക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണ്? ഞാൻ ജനിച്ചത് എൻ്റെ ദിവസം, സ്തോത്രം, ഞാൻ വിടുതൽ പ്രാപിച്ച ദിവസം, എൻ്റെ കുടുംബമായ എനിക്ക് രക്ഷ പ്രാപിച്ച ദിവസം, സ്തോത്രം, ഞാൻ യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടിയ ദിവസം, ജാതീയ ആരാധനകൾ വിട്ട്, വ്യർത്ഥമായ ആരാധനകൾ വിട്ട് അതേ സത്യദൈവത്തെ പിൻപറ്റുവാൻ എനിക്ക് ലഭിച്ച സൗഭാഗ്യം, ദൈവസഭയുടെ അംഗമായി തീർന്ന ദിവസം, അത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദിവസം, അത് സ്നാനപ്പെടുവാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചത്, ജീവൻ്റെ പുസ്തകം എന്ന പേരിൽ എഴുതപ്പെട്ടത് എന്നീ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതേ ദൈവമക്കളെ, അതുകൊണ്ട് ഹല്ലേലൂയ, മറ്റ് ഈ ലോകത്തിൽ എന്ത് കിട്ടിയാലും അത് വെറും പൊടിയാണ്, അത് വെറും പൊടിയാകുന്നു, അത് വെറും നശിച്ചു പോകുന്നതാണ്. പക്ഷേ നശിക്കാത്തൊരു ഭവനം എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. ആ ഭവനത്തിൽ നിന്ന് കാണുവാൻ, സ്തോത്രം, പ്രൈസ് ലോർഡ്. ഇന്ന് വരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇന്ന് രാകേഷ് പാസ്റ്റർ നിങ്ങളോട് പ്രബോധനമായിട്ട് പറയുകയാണ്, ഇന്ന് മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വീടിനെ കുറിച്ച് എങ്കിലും ഒരു ധാരണ വേണേ, സ്തോത്രം. ഈ ലോകത്തിലെ 3000 സ്ക്വയർ ഫീറ്റ് പണിതാലും 10000 സ്ക്വയർ ഫീറ്റ് പണിതാലും അതെല്ലാം വിട്ടേണ്ടി പോകേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു കുടിലാണെങ്കിലും, അതേ ഒരു ഓലമേഞ്ഞ വീടാണെങ്കിലും, സ്വർഗത്തിലുള്ള നിങ്ങളുടെ ആ വീട് എങ്ങനെയെന്ന് ഒന്ന് ആത്മാവിൽ സ്വതം ധ്യാനിച്ചെന്ന് അറിഞ്ഞാൽ അതിന് സന്തോഷം വിലയേതരായിരിക്കും. അങ്ങനെ സന്തോഷിക്കുമ്പോൾ അത് യഹോവേ സ്തുതിപ്പീൻ എന്ന് പറയുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും, ശക്തി നൽകും. ഇന്നയോളം കർത്താവ് 6 മാസം സഹായിച്ചല്ലോ, തുടർന്ന് നാളുകൾ നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ വചനം കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവൻ അതേ ദരിദ്രനെ പൊടിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് അതേ സ്വതം ഉയർത്തുന്ന ദൈവം. ആ കർത്താവിൻ്റെ പ്രവൃത്തി അനുഭവിച്ച നമുക്ക് അത് മറ്റനേകരോട് ഘോഷിപ്പാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. സമയം നൽകിയ റിമ പ്രയർ മിനിസ്ട്രിയോടുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് ധാരാളമായി ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.